ഒരു മനുഷ്യൻ എത്രത്തോളം നിശബ്ദനായിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം ക്രൂരമായിട്ടായിരിക്കും കാലം അയാളെ പരീക്ഷിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും മികച്ച അമ്പെയ്ത്തുകാരൻ, സ്വിസ് ജനതയുടെ വിപ്ലവ വീര്യം വില്യം ടെൽ. 2024 ഈ കഥ വീണ്ടും സിനിമയാകുമ്പോൾ അതൊരു വെറുമൊരു യുദ്ധകഥയല്ല, മറിച്ച് തൻ്റെ സമാധാനം സംരക്ഷിക്കാൻ ആഗ്രഹിച്ചൊരു പിതാവ് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തോട് പൊരുത്തുന്ന ദൃശ്യാവിഷ്കാരമാണ്. ആരായിരുന്നു ഈ വില്യം ടെൽ? അയാൾ എന്തിനാണ് തൻ്റെ വില്ല് വീണ്ടും കയ്യിലെടുത്തത്? ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന ഈ യാത്രയിലേക്ക് നമുക്ക് പോകാം. വില്യം ടെൽ ഒരു പഴയ പടയാളിയാണ്. യുദ്ധത്തിൻ്റെ ഭീകരതയും ചോരപ്പുഴകളും കണ്ടുമടുത്ത് തൻ്റെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് മലനിരകളിൽ കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാൾ. ഈ കഥാപാത്രം ഒരു സൂപ്പർ ഹീറോയല്ല, മറിച്ച് ഭൂതകാലത്തിലെ മുറിപ്പാടുകൾ ഒളിപ്പിച്ചു വെച്ച ഒരു സാധാരണ മനുഷ്യനാണ്. ഇപ്പോൾ അയാൾ ഒരു നായാട്ടുകാരനായി കാടുകളിൽ അലയുന്നു. മറ്റാരുമായ ഒരു തർക്കത്തിനോ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കോ പോകാതെ തീർത്തും സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ അയാൾ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. ഈ രംഗങ്ങൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം, ടെൽ അക്രമത്തെ ഭയപ്പെടുന്നവനല്ല, മറിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങളെ നന്നായി അറിയുന്നവനാണ്. എന്നാൽ വിധി അയാൾക്കായി കരുതി വെച്ചത് മറ്റൊരു പരീക്ഷണമായിരുന്നു. കഥയുടെ ഗതി മാറുന്നത് ബൊഗാട്ടൻ എന്ന കർഷകന്റെ വരവോടെയാണ്. തൻ്റെ ഭാര്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഓസ്ട്രിയൻ സൈനികനെ വധിച്ച ബൊഗാട്ടൻ പ്രാണരക്ഷാർത്ഥം ഓടി വരുന്നത് ടെല്ലിന്റെ മുന്നിലേക്കാണ്. പിന്നിൽ രക്തദാഹികളായ സൈനികർ, മുന്നിൽ ഭീകരമായ കൊടുങ്കാറ്റുള്ള തടാകം. മറ്റാരും വഞ്ചിയിറക്കാൻ ധൈര്യപ്പെടാതിരുന്ന ആ നിമിഷം ടെൽ മുന്നോട്ട് വരുന്നു. ബൊഗാട്ടിനെ സഹായിച്ചാൽ തനിക്ക് വലിയ ശത്രുക്കൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ അയാൾ തീരുമാനിക്കുന്നു. ആ തടാകത്തിലെ തിരമാലകളെ ഭേദിച്ച് അയാൾ ബൊഗാട്ടിനെ സുരക്ഷിതനാക്കുന്നു. ഈ രക്ഷപ്പെടുത്തൽ ഓസ്ട്രിയൻ ഗവർണർ ഗസ്ലറുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. എന്നാൽ അത് ചെയ്തത് ടെല്ലാണെന്ന് ഗസ്ലർക്ക് അപ്പോഴും ഉറപ്പില്ലായിരുന്നു. ഒരു ചെറിയ സംശയം മാത്രം അയാളുടെ ഉള്ളിൽ ഉടലെടുക്കുന്നു. ഭരണകൂടം തങ്ങളുടെ അധികാരം ചോദ്യം ചെയ്യുന്ന ആ അജ്ഞാതനെ തിരയാൻ തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. സമാധാനം ആഗ്രഹിച്ച ടെല്ലിനെ പൂർണ്ണമായും ഒരു വിപ്ലവകാരിയാക്കി മാറ്റുന്നത് ഗ്രാമത്തിൽ നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണ്. നിസ്സഹായനായ ഒരു ഗ്രാമവാസിയെ ഓസ്ട്രിയൻ സൈനികർ പരസ്യമായി ക്രൂരതയ്ക്ക് ഇരയാക്കുന്നത് ടെല്ലിന് സഹിക്കാൻ കഴിയുന്നില്ല. ഇവിടെ അയാൾ വീണ്ടും ആയുധമെടുക്കാൻ നിർബന്ധിതനാവുകയാണ്. മിന്നൽ വേഗത്തിൽ പായുന്ന ടെല്ലിന്റെ അമ്പുകൾ സൈനികരെ വീഴ്ത്തുന്നു. ഈ ആക്രമണം ഒരു വ്യക്തിഗത പ്രതികാരമല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്കു വേണ്ടി ആ പഴയ പടയാളി നടത്തുന്ന പ്രത്യാക്രമണമാണ്. എന്നാൽ ഇവിടെയും സൈന്യത്തിന് അത് ചെയ്തത് ടെല്ലാണോ എന്ന് ഉറപ്പില്ലായിരുന്നു. എങ്കിലും ആ അമ്പുകളുടെ കൃത്യത കണ്ട് ഗ്ലസ്ലർക്ക് ഒരു കാര്യം ഉറപ്പായി, ഇതിനു പിന്നിൽ അസാമാന്യമായ കഴിവുള്ളൊരു വേട്ടക്കാരനുണ്ട്. കൊല്ലപ്പെട്ട സൈനികരുടെ ശരീരത്തിലെ അമ്പിന്റെ ആഴം പരിശോധിക്കുന്ന ഗ്ലസ്ലർ ടെല്ലിനെ ലക്ഷ്യം വെച്ച് തന്റെ ചതുരംഗ കരുക്കൾ നീക്കി തുടങ്ങുന്നു. ഗ്ലസ്ലർ ഒരു കുതന്ത്രം മെനയുന്നു. തന്റെ അധികാരത്തിന്റെ പ്രതീകമായ തന്റെ ഹെൽമെറ്റ് ഒരു തൂണിൽ സ്ഥാപിച്ചിട്ട് എല്ലാവരും അതിനെ വണങ്ങണമെന്ന് ഉത്തരവിടുന്നു. ആത്മാഭിമാനമുള്ള ടെൽ അതിന് വിസമ്മതിക്കുമ്പോൾ ഗ്ലസ്ലർ അയാളെ പിടികൂടുന്നു. ഇവിടെ ഗ്ലസ്ലർ ടെല്ലിനെ കൊല്ലുന്നില്ല, പകരം അയാളുടെ മനസ്സിനെ തകർക്കാൻ തീരുമാനിക്കുന്നു. തൻ്റെ മകൻ വാൾട്ടറിന്റെ തലയിൽ വെച്ച ഒരു ആപ്പിൾ 100 അടി ദൂരത്ത് നിന്ന് അമ്പെഴുതു വീഴ്ത്തണം. ഇതാണ് ശിക്ഷ. ഇവിടെ ടെല്ലാകെ ധർമ്മസങ്കടത്തിലാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി പോലും തൻ്റെ മകന്റെ ജീവൻ പണയപ്പെടുത്തിയുള്ള ഈ പരീക്ഷണത്തിന് മുന്നിൽ വിറച്ചു പോകുന്നു. തൻ്റെ മകന്റെയും ഭർത്താവിൻ്റെയും ഈ ദുരവസ്ഥ കണ്ട് ടെല്ലിന്റെ ഭാര്യ കരയുന്നു. ഈ രംഗം പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്ന ഒന്നാണ്. ടെൽ ഗ്ലസ്ലറോട് പറയുന്നു, നീ എൻ്റെ ജീവൻ എടുത്തോളൂ, എൻ്റെ മകനെ വെറുതെ വിടൂ. എന്നാൽ ഗ്ലസ്ലർ അത് കേൾക്കുന്നില്ല. അയാൾ പറയുന്നു, നീ വില്ലെടുക്കുക, അല്ലെങ്കിൽ നിന്റെ മകനെ ഞാൻ കൊല്ലും. വേറെ വഴിയൊന്നുമില്ലാന്ന് മനസ്സിലാക്കുന്നതോടെ ടെൽ തൻ്റെ വില്ല് പതുക്കെ എടുക്കുന്നു. അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. ഗ്ലസ്ലർ പുച്ഛത്തോടെ ആ കാഴ്ച ആസ്വദിക്കുന്നു. ടെൽ തൻ്റെ വില്ല് മകന്റെ തലയിൽ വെച്ച ആപ്പിളിന് നേരെ ഉന്നം വയ്ക്കുന്നു. കാറ്റിന്റെ ദിശയും മകന്റെ മിടിക്കുന്ന ഹൃദയമെടുപ്പും ടെൽ അറിയുന്നുണ്ട്. ചുറ്റുമുള്ള ആളുകൾ ശ്വാസമടക്കി പിടിച്ചിരുന്ന് ആ സംഭവങ്ങളൊക്കെ വീക്ഷിക്കുകയാണ്. ടെൽ തൻ്റെ വില്ല് വലിച്ചു ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്നു. ആപ്പിൾ പിളരുമോ അതോ ഒരു പിതാവിൻ്റെ കൈപ്പിഴച്ച് ചരിത്രം മറ്റൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമോ? സിനിമയുടെ ആദ്യ പകുതി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിഹാസത്തിന്റെ ബാക്കി ഭാഗം അറിയാൻ താല്പര്യമുണ്ടോ? ഈ പോരാട്ടം എങ്ങനെ അവസാനിച്ചു എന്ന് കാണാൻ പാർട്ട് 2 കാത്തിരിക്കുക. ഈ വീഡിയോയിലെ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഭാഗവുമായി ഉടൻ വരാം.